CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പറവൂർ സ്വദേശികളായ 4 പേർ പിടിയിൽ. കടപ്പുറം പഞ്ചായത്തിന് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദിച്ച 4 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി ജിയോ ബാഗും മണൽ ബണ്ടുകളും നിർമ്മിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. മോട്ടോർ സൈക്കിൾ യാത്രക്കാരനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിലെ പ്രതി 8 വർഷത്തിനു ശേഷം വടക്കേക്കാട് പോലീസിന്റെ പിടിയിൽ. മന്ദലാങ്കുന്ന് കിഴക്കൂട്ട് വീട്ടിൽ 45 വയസ്സുള്ള സൈനുദ്ദീനാണ് വടക്കേക്കാട് പോലീസിന്റെ പിടിയിലായത്. ചലച്ചിത്ര നടി മീര നന്ദൻ വിവാഹിതയായി. ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജു ആണ് വരൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു താലികെട്ട്. 6.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മഴുവഞ്ചേരി സ്വദേശി പിടിയിൽ. മഴുവഞ്ചേരി പൊടിയട വീട്ടിൽ ബിനീഷിനെയാണ് കുന്നംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ടോയ്ലറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ചാവക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുന്നു. മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ആശ്രയകേന്ദ്രമായ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി വൈകിട്ട് കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പൊർക്കളങ്ങാട് ശ്രീ മണികണ്ഠ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിക്കും. പുന്നൂർ പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർമാനായിരിക്കെ കൊല്ലപ്പെട്ട KP വത്സലന്റെ സ്മരണാർത്ഥം നഗരസഭ നടത്തിവരുന്ന എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. പുന്നൂർക്കുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടത്തി. UAE കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഇന്തോ അറബ് കൾച്ചറൽ അക്കാദമി ലോകസഞ്ചാരിയും തത്വചിന്തകനുമായ ഇബിൻ ബത്തൂത്തയുടെ സ്മരണാർത്ഥം നൽകിവരുന്ന പുരസ്കാരത്തിന് കേരളത്തിലെ വ്യത്യസ്ത മേഖലകളിലെ മികവുറ്റ 3 പേരെ തെരഞ്ഞെടുത്തു. 13 ദിവസത്തെ സ്ലീഹ നോമ്പ് സമാപിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയപള്ളിയിൽ മോർ പത്രോസ് മോർ പൗലോസ് സ്ലീഹയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷത്തെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കാൻ വിജയോത്സവം സംഘടിപ്പിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ കനറ ബാങ്ക് ഗ്രാമീൺ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി സംഘടിപ്പിച്ച 6 ദിവസത്തെ പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനം സമാപിച്ചു. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. ഗുരുവായൂർ ACP സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.